എൻ്റെ പേര് ബാഹുലേനാണ്. ധനുവച്ചൂരം സ്വദേശിയാണ്. ദേശീയ കായികതരം. എൻ്റെ ജീവിത ചരിത്രം പലരും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് ജീവിത ചരിത്രത്തെ കുറിക്കും. ആദ്യം 5ാം ക്ലാസ്സിൽ വരുമ്പോഴാണ് കാരക്കുണം ഒയ്യമ്പേൽ വലിയൊരുടി മത്സരിക്കും. പിന്നെ വലിയൊരുടി തന്നെ 400 മീറ്റർ മത്സരിച്ച് ഫസ്റ്റ് വന്നു. അതിനുശേഷം ധനുവച്ചൂരം സ്കൂളിലാണ് പഠിച്ചത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചേക്കും ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ധനുവച്ചൂരം PTM NS ഹോസ്റ്റലിലാണ്. 3 നേരം ആഹാരവും കായിക മത്സരത്തിന് പങ്കെടുക്കുന്ന അവിടെ നിന്നാണ് GV രാജയുള്ള സാർ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ ആ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. 3 നേരം ഭക്ഷണം വന്ന് അവിടെ നിർത്തി ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ വലിയൊരു തന്നെ അന്ന് മത്സരിക്കുന്നു, അതിൽ ഫസ്റ്റ് വരുന്നു. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. സീനിയർ മത്സരത്തിലാണ് സ്കൂളുകളിൽ മത്സരിക്കുന്നത്. അന്നും ഞാൻ ജൂനിയർ ആയിരുന്നപ്പോൾ തന്നെ 3000 മീറ്റർ സീനിയർ റൂട്ടാണ് മത്സരിക്കുന്നത്. 3000 മീറ്റർ സീനിയറിലേ ഉള്ളൂ, ജൂനിയറിലില്ല അന്ന് മത്സരിക്കുന്നു. അപ്പോഴേ എനിക്കൊരു സെക്കൻഡ് വന്നു, പിന്നെ ഫസ്റ്റ് വന്നു. പിന്നെ ഞാൻ പിറന്നോട്ട് നോക്കിയിട്ടില്ല. പിന്നെ ജില്ലാ മീറ്റിന് വേണ്ടി കാഞ്ഞിരംകുളത്ത് മത്സരിക്കുന്നു. അവിടെയും ഒരു തേർഡ് വന്നു, പിന്നെ ഫസ്റ്റ് വന്നു. അതിനുശേഷം സംസ്ഥാന സ്കൂൾ മീറ്റ് പങ്കെടുക്കുന്നു, അതിലും പ്രൈസ് വരുന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നെ അടുത്ത 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാറിലേക്ക് പോകുന്നു. ബാറിൽ നിൽക്കുന്നു. കൊല്ലം പടുപ്പുര ബാറിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് പ്രാക്ടീസ് രാവിലെ ബാറിൽ ജോലിക്ക് നിൽക്കുമ്പോൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പം ഏകദേശം കല്ലമ്പലം വരെ വരുന്നിട്ട് തിരിച്ച് അതുവരെ ബാർ വരെ പോകും. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യും. അപ്പോഴൊരാൾ ക്യാൻവാസ് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് അവിടെ ഒരു മത്സരത്തിന് പങ്കെടുത്തപ്പോൾ അവിടെ ഫസ്റ്റ് വന്നതിന് ശേഷം അവിടെയും മാറി വീണ്ടും ഓട്ടത്തിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും ഓട്ടത്തിലേക്ക് വന്ന് മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കൂലിപ്പണിക്കും അച്ഛൻ മരിച്ചുപോയി. പിന്നെ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. കുറേ ദിവസം അതിന് പോയി. പിന്നെ പെയിൻ്റ് അടിക്കാൻ പോയി. ഇല്ലാത്ത കള്ളമല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കീറിയ നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ്. 5ലും 6ലും ഒക്കെ പഠിക്കുമ്പോൾ ബാഗ് കീറിയ നിക്കറാണ്. അത് നമ്മൾ കൊക്കോ മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടാണ് പഠിക്കുന്നത്. ഒരു മടിയായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അറിയാം. അതുടനെ അല്ലെങ്കിൽ ഇത്രയും മേലെ എത്താൻ സാധ്യതയില്ല. കായിക രംഗത്തായിരുന്നാലും ഏകദേശം 2000 പത്രത്തിൽ തന്നെ സ്റ്റോറി വന്നിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ഭാഷയിലും എല്ലാ സ്റ്റോറി വന്നിട്ടുണ്ട്. കേരളത്തിലെ മിക്കയിടത്തും തന്നെ അറിയാം. ക്യാൻസർ രോഗിക്ക് ഓടിയൊന്നും ഓരോ ജില്ലയിൽ പോകുമ്പോൾ അവിടുത്തെ പത്രങ്ങളിൽ തന്നെ വാർത്ത വരും. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത്. 12 വയസ്സ് വരെ എനിക്ക് ജന്നി വരുമെന്ന് ജാതകത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ജാതകം എഴുതിയപ്പം പറഞ്ഞിരുന്നതാണ്, നിങ്ങളെ മക്കളിൽ ഒരുത്തൻ ലോകം എങ്ങാടും അറിയപ്പെടും, അച്ഛൻ ധരിച്ച് കള്ളനാവുമെന്ന് ധരിച്ച്. പക്ഷേ ഇത് കഴിവില്ലാണെന്നൊന്നും എനിക്ക് തോന്നണില്ല. നമ്മൾ നോക്കാൻ പാടില്ല. അന്ന് 100 മീറ്റർ 200 എൻ്റെ ആദ്യത്തെ പങ്കെടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ലോങ് റേസിലേക്ക് വരുന്നത്. പിന്നെ തത്തിയൂർ എന്ന് പറഞ്ഞാൽ മഞ്ചളാം തത്തിയൂരിലും ഓടിയപ്പോഴും സെക്കൻഡും ഫസ്റ്റും വന്നു. അന്ന് ഇത്രയും കാലത്തിന് മുമ്പ് 35 വർഷത്തിന് മുമ്പേ ഉള്ള കാര്യമാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ പങ്കെടുത്തു. കൂലിപ്പണിക്ക് പോയി എത്രയോ ദിവസം കൂലിപ്പണി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം വീണ്ടും പിറ്റെന്നും പോവും. ഈ പൈസ ഇല്ലാതിരിക്കും. പൈസ 200 രൂപ 400 രൂപയൊക്കെ പറന്നു വന്നിട്ടുണ്ട്. ഒരു ദിവസം ദേശീയ മീറ്റിന് പോകുമ്പം ഇതിൽ പൈസ തീർന്നു പോയി. ഞാൻ നേരത്തെ ഇനി എങ്ങനെ നമ്മൾ ആഹാരം കഴിക്കും, ദൈവത്തിനെ വിചാരിച്ചു. ഇപ്പോഴും നോക്കണം, 200 രൂപ നോട്ട് പറന്നു വന്നു അന്നത്തെ കാലം. ദൈവത്തിനാണ് ഉള്ളത്. എൻ്റെ കൂടെയുള്ള ബിനുണ്ട് ദേശീയ മീറ്റിന് പങ്കെടുത്ത്, അവനും കൂടി കണ്ടുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം ശബരിമലയിലേക്ക് ഓടുന്നു. ആദ്യമായിട്ട് ഓടാൻ വന്നപ്പം ഒരാൾ പറഞ്ഞ് പുലി പിടിക്കും ഓടല്ലേ, വലിയ സംഭവമാണ്, പുലി പിടിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ മാലയിട്ട് ഓടാൻ തയ്യാറെടുത്തപ്പോൾ തലേദിവസം തന്നെ ആ കൊച്ച് പിന്നി വീഴുന്നു. ആ വീട്ടിൽ, എൻ്റെ വീട്ടിലാണ് വടക്ക് പിന്നി വീഴുന്നു. അതിന് മെഡിക്കൽ കോളേജ് കൊണ്ടു. പിറ്റേന്ന് ഞാൻ പോകാനുള്ള ധനുവച്ചൂരം ടാരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് കെട്ടിയാണ് ഓടുന്നത്. കെട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ പൊടിയാൻ തുടങ്ങി. മഴ ഇത്തിരി പെയ്യും. ആൾക്കാർ ആദ്യമായിട്ട് ശബരിമലയിലേക്ക് ഓടുന്നതാണ്. അപ്പോൾ ജനങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞു. സൂര്യ TV, കൈരളി, ഏഷ്യാനെറ്റുമാണ് അന്ന് ഉള്ളത്. അത് 3ഉം വന്നിരുന്നു. 3 പേരും വാർത്ത എടുത്ത് ലൈവ് എടുത്ത് ഒരു എന്നെ ഓടണ ലൈവ് പിടിച്ചുകൊണ്ടിരുന്നു. അതിൽ കൊടുത്ത് എല്ലാവരും അന്ന് അറിഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ പൈസയും തന്നു. ആദ്യമായിട്ട് ശബരിമലയിൽ ഓടുന്നുണ്ട്. 10, 50, 100 ഒക്കെ തന്ന് ഒരുപാട് പേര് തന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ശബരിമലയിൽ ഓടുന്നത്. അങ്ങനെ ഓടി 1.5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി ചെയ്ത് അങ്ങനെ 11 വട്ടം ശബരിമലയിൽ ഓടിയിട്ടുണ്ട്. ഗുരുവായൂർ 367 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട്. പാറശാല മുതൽ കാസർഗോഡ് വരെ 660 കിലോമീറ്റർ 9 ദിവസം കൊണ്ട് ഓടി.
ജോലിയുടെ ഇടയിൽ കൂലിപ്പണി ചെയ്തിട്ട് കൈകളെല്ലാം പൊള്ളിയിട്ട് വന്നിട്ടാണ് രാത്രി പ്രാക്ടീസ് ചെയ്യുന്നത്. ആരെങ്കിലും ചെയ്യും. എന്നിട്ട് ഈ പാറശാല കാസർഗോഡ് ഓടാൻ വേണ്ടി 4 മാസം രാത്രി 1 മണി വരെ 2 മണി വരെ 3 മണി വരെയും പ്രാക്ടീസ് ചെയ്തു. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ അവിടെ ഗ്രൗണ്ടിൽ, വീട്ടിനടുത്തുള്ള ഗ്രൗണ്ടിൽ മണ്ണെണ്ണ വിളക്കും കത്തിച്ച് വെച്ചിട്ടാണ് 100 മീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് അറിഞ്ഞൂടാ, ഇവന് വട്ട് തന്നെ ഇങ്ങനെ ആൾക്കാർ പറയണം. അതാണ് ഈ ഓടണം. ആൾക്കാർക്ക് അറിഞ്ഞൂടാ. ഞാൻ 3 മാസം പെട്ടപാട് രാവിലെ പ്രാക്ടീസ് ചെയ്യും. 6 മണി തൊട്ട് 8:30 വരെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 4 മുതൽ 6 മണി വരെ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കുളിച്ച് കഴിഞ്ഞിട്ട് 7 മണി മുതൽ തുടങ്ങുന്ന ആഹാരം എന്തെങ്കിലും ഇതുപോലെ കഴിച്ചിട്ട് പിന്നെ തുടങ്ങുന്ന രാത്രി 12 മണി വരെ 1 മണി വരെ ചെയ്ത് വയ്യും, കരയുരും, കാലൊക്കെ പൊട്ടും, ചില അവസരത്തിൽ മസിൽ വേദന വരും. ഇതെല്ലാം സഹിച്ചാണ് കാസർഗോഡ് വരെ ഒരു മനുഷ്യ ഓടുന്ന നോക്കി 9 ദിവസം കൊണ്ട് വേൾഡ് റെക്കോർഡിന് വേണ്ടിയാണ് ഓടിയത്. ഇപ്പോൾ ലിംഗോ വേൾഡ് റെക്കോർഡിൽ വന്ന് ഗിന്നസിലും ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ സന്തോഷം. ഒരു ഗ്രാമത്താണ് ഞാൻ ജനിച്ചത്, ധനുശ്വരം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്ത് സ്കൂളുണ്ട്, കോളേജുണ്ട്, IT ഉണ്ട്, എല്ലാം ഉള്ളിടത്തുള്ള ധനുശ്വരത്തിൻ്റെ മണ്ണിൻ്റെ ധാരങ്ങൾ ഉള്ള സ്ഥലം, കലാകാരമുള്ള സ്ഥലം, രാഷ്ട്രീയക്കാരുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സ്ഥലം കിട്ടത്തില്ല. ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ഒരു 400 സ്റ്റേഡിയമുണ്ട് കോളേജിൻ്റെ, PTM NSS കോളേജ്. ആ സ്റ്റേഡിയത്തിൽ വർക്ക് ചെയ്യണവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ആരും തോറ്റിട്ടില്ല. അതിൽ ഓടുന്നവരാണ് മിക്കവരും ഇന്ത്യൻ ടീമിൽ വരെ ഓടിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹദൂർ പ്രസാദിൻ്റെ കൂടി വരെ, ജസ്റ്റിൻ വരെ ഓടിയിട്ടുണ്ട്. ഇത് ബഹദൂർ പ്രസാദിൻ്റെ കൂടി ഓടിയിട്ടുണ്ട്. അതുപോലെ മിക്ക താരങ്ങളും അവിടെ നിന്നാണ്. PTM NS കോളേജിൻ്റെ റെക്കോർഡ് ഇന്നും മാറ്റാതെ കിടക്കുന്നുണ്ടെന്നോട്. എല്ലാം വടക്കുള്ള പിള്ളേരാണ്. അവരോടെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അന്ന് ഞാനൊരു കൊച്ചു കുട്ടിയായിരുന്നു, അവർ വലുതായി. അവർ രാംകുമാർ, അതുപോലെ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് കടന്ന് വളർന്ന് ഒരുമിച്ച് ജീവിച്ചതുപോലെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. രാംകുമാർ ഉണ്ടായിരുന്ന സ്കൂൾ മീറ്റ് റെക്കോർഡ് ഇട്ട് ഇതെല്ലാം ആ ഹോസ്റ്റലാണ് പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ കാലത്ത് ആ ഹോസ്റ്റലും ഒരു ഹിൽ ഏരിയ, കോളേജിൻ്റെ താഴേനൊക്കെ കുളത്തിൻ്റെ അവിടെ കയറി ഉയരം വരെ കയറണം. ഹിൽ ഏരിയയാണ്. സോമസ് സാറായിരുന്നു വർക്ക് ചെയ്യുന്നത്. സോമസ് സാറിൻ്റെ കൂടി ചെയ്തവരെല്ലാം ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സ് വരെ പങ്കെടുത്തിട്ടുണ്ട് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അത്തരമുള്ള ഒരു കോച്ചാണ്. നമ്മൾ ഏകദേശം ബാലനഗരം വരെ ഓടിക്കും, അല്ലെങ്കിൽ നിയമം വരെ ഞാൻ ഓടിയിട്ടുണ്ട്. ചില ദിവസം കട്ടയം മടങ്ങിപ്പോവും. അത്ര ഇത് എഴുതണം കാണി തിരിച്ചു വരും. എന്നിട്ട് പോലും ആരോടും പറഞ്ഞു ആൾക്കാർ നമ്മളെ അവിടെ ഇവന് നാളെ തന്നെ ജോലി കിട്ടുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ഗവനിച്ചിട്ടില്ല. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ ചെയ്യും. സൂര്യൻ ഉദിച്ചു വരും, പട്ടികൾ കുറയ്ക്കും, സൂര്യൻ ഉദിച്ച് തന്നെ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള വർക്ക് നമ്മൾ ചെയ്യുക, പോകുക എന്ന് എനിക്ക് മാത്രമേ പറയൂ. താൻ പാതി ദൈവം പാതി. ഞാൻ എപ്പോഴും ദൈവത്തിനെ വിളിക്കും. അതുകൊണ്ടാണ് ഇത്രയും അടുത്ത് ഞാൻ എത്താനുള്ള കാരണം. ഏതൊരു കാര്യത്തിനും ദൈവത്തിനെ വിളിച്ചാൽ, ഒരടി വന്നാലും ദൈവത്തിനെ വിളിച്ചാൽ അടിക്കാൻ പറ്റുന്ന കൈ തിരിഞ്ഞു. അത്ര ശക്തി ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറ്റി, പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് എന്തൊക്കെ സംഭവിക്കും. ഞാൻ അവസാനം മാത്രമേ കരയില്ല. ഈ ഗാനം, പഴയ ഗാനം കേട്ടാണ് ശബരിമലയിൽ ഓടുന്നത്. നമ്മൾ തലേദിവസം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇന്ന് ഇത് ചെയ്യണം എന്ന് തോന്നും. ഇപ്പം ലഹരിക്ക് വേണ്ടി ഒരുപാട് വാർത്തകൾ ചെയ്ത് എന്നെ പലർക്കും അടിക്കണമെന്ന് തോന്നി. പക്ഷെ ഞാൻ എൻ്റെ തുടർന്നില്ല. അവരടുത്ത് വരുന്നോ പോകുന്നോ, ഞാൻ സത്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് ആർക്കും ദ്രോഹിക്കണമെന്നൊന്നുമില്ല. 2 ദിവസം നിൽക്കും. നിങ്ങളും ഞാനും 2 ദിവസം ജീവിക്കുന്നത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കും, ഒരു ദിവസമാകുമ്പോൾ അങ്ങ് നിൽക്കും. നമുക്കൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുകയും ചെയ്യുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുക. ആരെ വിമർശനം ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഇതിലുള്ളത്. സത്യത്തിനെ കാലമുള്ളൂ. കള്ളം എന്നും നിലനിൽക്കില്ല. നമ്മൾ സത്യം ചെയ്യുക, പോവുക, വരുക. താൻ പാതി ദൈവം പാതി. നമ്മൾ 2 ദിവസം ജീവിക്കുന്നവർ 2 ദിവസം കഴിയുമ്പോൾ പോകാനുള്ളൂ. എല്ലാം കൂടെ ഇട്ടിട്ട് തന്നെ പോകും. അതാരും മനസ്സിലാക്കില്ല മനുഷ്യന്മാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു അറ്റാക്ക് വന്നു 1.5 കൊല്ലത്തിന് മുമ്പ്. അതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്നു. അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ അടി കൂടും, വലിയമാരൊക്കെ അടിക്കും, നമ്മളടിക്കും, നമ്മൾ ഓഫീസ് റൂമിൽ പിടിച്ചുകൊണ്ട് നിർത്തും. സമരത്തിന് വരെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ല. എൻ്റെ ജീവിത ചരിത്രത്തിൽ സമരവും വിളിച്ചിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി ഒരുപാട് തവണ സമരവും വിളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ അതൊന്നും സാറന്മാർ പറയും, പഠിക്കാൻ നിനക്ക് നല്ല ബുദ്ധിയുള്ളൂ, നീ എന്തിനാ സമരത്തിന് പോണത്. ഞാൻ എന്നാലും സമരത്തിനും പോയി. ജീവിതത്തിലെല്ലാം എൻ്റെ അനിയൻ നല്ല പഠിക്കുമായിരുന്നു, അതുപോലെ ചേട്ടനും പഠിക്കുമായിരുന്നു, അവരും പഠിക്കാൻ വിത്താണ്. പക്ഷെ ഞാൻ ഈ കായിക രംഗത്ത് വന്നുകൊണ്ടാണ് എൻ്റെ പഠിത്തത്തിൽ മോശമായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ നല്ലൊരു പഠിത്തത്തിലും എത്തുമെന്ന്. ഇപ്പോൾ വാർത്ത പറയാനും എനിക്ക് ചെറിയ വാർത്തകളൊക്കെ ഞാൻ തന്നെ പറയുന്നതൊന്നും ആൾക്കാർക്ക് അറിയാം. പക്ഷേ കലാരംഗം മാത്രമല്ല, നല്ല ബുദ്ധിയുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് വളരാൻ പറ്റാത്തത്. ഇതാരോട്ട് പറയാം. എനിക്ക് ആരും സഹായിക്കാനൊന്നുമില്ലെന്നും. ഈ പാറശാല കാസർഗോഡ് ഓടുമ്പോൾ കത്തിപ്പാറ സുന്ദരരാജാണ് അന്നത്തെ 1.5 ലക്ഷം രൂപ
എന്നെ സഹായിച്ച് ഈ മത്സരം നടത്താനുള്ള ക്രമം നടത്തി അയാൾക്ക് നന്ദി പറയുന്നുണ്ട്. വീണ്ടും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനാണ് എനിക്ക് സ്പോൺസർ ചെയ്തത്. അല്ലാതെ എന്നെ ആരും സ്പോൺസറൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തം കാശിൽ തന്നെ ഓടി, സ്വന്തം ക്യാൻവാസും ഷൂവും എല്ലാം വാങ്ങിച്ചിട്ടുള്ള, അല്ലാതെ ഒന്നും ചെയ്തില്ല. ഹോസ്റ്റലിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്. ആറ്റിങ്ങല് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു. ഡെയിലി വേസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിനു മുമ്പേ കൊല്ലം ആശ്രമം മൈതാനത്താണ് 9 കൊല്ലം ജോലി ചെയ്തിരുന്നത് സെക്യൂരിറ്റി ആയിട്ടും. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് മാറിയത്, ഈ അറ്റാക്ക് വന്നതിന് ശേഷം. ഇപ്പോഴും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ടുള്ളവർ പറയും വണ്ടി ഓടിക്കൊണ്ടിരിക്കും, ഒരു ദിവസം നിൽക്കും. ഇപ്പോഴും മത്സരങ്ങൾക്ക് ആൾക്കാർ വിളിക്കുന്നുണ്ട്, മത്സരം പങ്കെടുക്കണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ മത്സരത്തിന് പങ്കെടുക്കില്ല. ഇനി ക്യാൻസർ രോഗികൾക്ക്, വൃക്ക രോഗികൾക്ക് വേണ്ടി മാത്രമേ ഓടുകയുള്ളൂ. ഇനി പഴയതുപോലെ ഓടാനുള്ള കപ്പാസിറ്റി പോയിട്ടുണ്ട്. നമ്മൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയും. പുതിയ താരങ്ങൾ പങ്കെടുക്കട്ടെ എന്ന് പറയും. അതുപോലെ നമ്മളെ സമയമൊക്കെ ഇനി 800ഒക്കെ 1:57 2 മിനിറ്റിലൊക്കെ ഓടാനുള്ള ഇന്നുള്ള പിള്ളേർ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അത് പഴയ കാലത്തിൻ്റെ ഇതായിരുന്നു, ചരിത്രമായിരുന്നു എന്ന് പറയാം. അത്ലറ്റിനൊന്നും വലിയ പഴയതുപോലെയുള്ള പ്രോത്സാഹനം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ എല്ലാം ഗ്രൗണ്ടിലൊക്കെ എല്ലാ ഇതുമുണ്ട്, സിന്തറ്റിക് ട്രാക്ക് എല്ലാം ഉണ്ടായിരുന്നാലും മത്സരം ചെയ്യാൻ പഴയതുപോലെയുള്ള ടൈമുകൾ വീഴുന്നില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷം. ഞാൻ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്, അല്ല വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും എന്നിട്ടാണ് ഞാൻ ഇത്രയും നേടിയത്. സംസ്ഥാനത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പങ്കെടുത്തിട്ടുള്ള എന്ന് പറയാം. ഒരു സാധാരണ സ്കൂളിൽ കൊച്ചി ഗ്രാമത്തുള്ള ധനേശ്വരം ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതിനു മുമ്പേ 4 വരെ ഞാൻ പഠിച്ചത് മേവരം എന്ന് പറയുന്ന സ്കൂളിലാണ്. 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ ഓടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ആ ഓട്ടത്തിലാണ് ഞാൻ ഓട്ടക്കാരനായെന്നാണ് മനോരമ ആദ്യം എഴുതുന്ന പത്രം. 1.5 കിലോമീറ്റർ ഓടിയാണ് സ്കൂളിൽ പോകുന്നത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനോ കഞ്ഞി കുടിക്കാനോ വീട്ടിൽ വരും. തിരിച്ച് വീണ്ടും നടന്ന് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വിട്ട് ഞാനും ചേട്ടനും നടന്നു വരുന്ന രംഗം. ആ കാലഘട്ടത്തിൽ ഞാൻ 1ാം ക്ലാസ്സിൽ നേഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. നമ്മളെ വീട്ടിൽ 14 വാതിലും ജനലും ഉണ്ട്. എല്ലാത്തിലും മുട്ടണം ദിവസവും. എനിക്ക് അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ല പൊക്കവും നല്ല തടിയുള്ളവരും. അപ്പോൾ ഞാൻ ചട്ടമ്പിയാണ് വീട്ടിൽ. അതുകൊണ്ട് ഈ വാതിലുകളെല്ലാം മുട്ടണം, ജനലുകളിലെല്ലാം മുട്ടിയിട്ട് എനിക്ക് അവിടെ ഒന്നിരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്നെ അടിക്കും. അതുകൊണ്ട് ആ പേടിച്ച് എല്ലാ വാതിലും ജനലിലും വന്ന് മുട്ടുന്നത്. ചേട്ടൻ്റെ കൂടി ഒന്നും പറയില്ല, അവന് നല്ലതായിട്ട് നോക്കും. അപ്പൂപ്പന് വലിയ കാര്യമാണ്. ഞാൻ ആരെ അടിക്കും ചെറുതിൽ, ആരെയും പേടിയില്ല. അങ്ങനെ വളർന്ന് വന്ന സ്കൂളിൽ നിന്ന് വന്ന ഗ്രാമത്തിൽ. പിന്നെ ഇപ്പോൾ എനിക്ക് ഈ അറ്റാക്കൊക്കെ വന്ന ശേഷം മനസ്സൊരു ഇതാണ്. ആരെ എന്ത് പറഞ്ഞാലും കുറേയൊക്കെ കഴിയുമ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങും. അതിന് മുമ്പേ അങ്ങനെ തന്നെ, പണ്ടും അങ്ങനെ തന്നെ. എൻ്റെ മനസ്സിൽ ആർക്കും വല്ല സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. ക്യാൻസർ രോഗിയൊക്കെ 5.5 ലക്ഷം രൂപ ഓടിക്കൊടുത്ത് ഇനി ഒരു കായിക തരം ബക്കറ്റ് കൊടുത്തുകൊണ്ട് പിരിച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നടത്തുന്നു. ഞാൻ എല്ലാ പണിക്കും പോയിട്ടുണ്ട്. എല്ലാവരും നേരിക്കും ഞാൻ വലിയ വീട്ടിൽ ജനിച്ചത്. ഞാൻ വലിയ വീട്ടിലൊന്നും ജനിച്ചത്. സാധാരണപ്പെട്ട ഒരു ഓല കെട്ടിടത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് പറയാം. ഞാൻ ജനിച്ചത് കമ്മങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വളർന്നത് ധനേശ്വരത്താണെന്ന് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം വളർന്ന് കഴിഞ്ഞ സ്ഥലത്താണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം പറഞ്ഞുകൊണ്ട് 2 ദിവസം കൂടി ഞാൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പല രോഗികൾക്ക് വേണ്ടി ഓടാൻ പറ്റുമെങ്കിൽ ഓടും. ഞാൻ മത്സര ഓട്ടത്തിനൊന്നും ഇല്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ദൈവം സഹായിച്ചുകൊണ്ട് ഒരു അറ്റാക്കിന് ശേഷം തിരിച്ചെത്തിയത്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് തിരിച്ചെത്തിയത്. നമ്മൾ സത്യത്തിന് വേണ്ടി എന്നും കുടികൊള്ളണമെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എത്രത്തോളം ലൈക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലൈക്ക് ചെയ്യുക.